നെക്സ്റ്റ് ഒരു കൊച്ചു ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, എന്നാൽ അത് ഇമ്പോർട്ടൻറ്റും ആണ്. ആ ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരു കമ്പിയെ മാഗ്നറ്റിക് ഫീൽഡിന് ിട്ട് കറക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF. ഒന്നുമില്ലടാ, സിമ്പിളാണ്. സോ ലിസൺ, ഇതൊരു കമ്പിയാണ് കേട്ടോ. ഈ കമ്പി ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, ഈ കമ്പിയെ ഞാൻ ഇട്ട് കറക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കറക്കുന്നു. ഓക്കെ, ഇതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് വരും അല്ലേ? ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പൊസിഷനെ ഞാൻ A എന്ന് വിളിക്കുന്നു. ഒരു T ടൈം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഇത് ഇവിടെ എങ്ങനെ എത്തിയെന്ന് വെച്ചോളൂ. ഈ പൊസിഷനെ ഞാൻ എന്താ വിളിക്കുക? B. ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ എന്നത് എവിടെ എത്തി? ബിയിലെത്തി, കറങ്ങി. ഓക്കെ, നമുക്ക് അവിടെ ഇരുന്നോട്ടെ. ഇനി എനിക്കറിയാവുന്ന കഥകളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതാൻ പോവാണ്. നമുക്കിവിടെ ഒരു സെക്ടർ കാണാൻ പറ്റുന്നുണ്ട്. ഈ സെക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നാണ്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇവിടുത്തെ ആർക്ക് എന്ന് പറയുന്നത് AB ആണ്, ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ ഇവിടെ AB എന്ന് പറയുന്നത് L തീറ്റ എന്ന് വരും. ഇതിനകത്ത് ആർക്ക് അപ്പീലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ABയുടെ നീളം എത്രയാണ്? L തീറ്റ എന്നാണ്. ഇനി ഈ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഇതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നിരിക്കട്ടെ. ഇതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ് ഇവനെ കറക്കിയത്, റോഡിനെ. ഓക്കെ, അവിടെ കറക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് OAB എന്ന് പറയുന്ന ഒരു സെക്ടർ കാണാൻ പറ്റും. അത് ഞാനൊരു കൊച്ചു ട്രയാങ്കിൾ എന്ന് വിചാരിക്കുന്നു. ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ത് വരും? ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH അല്ലേടാ, ഹാഫ് BH. അപ്പോൾ ഏരിയ ഈസിക്കൽ ടു, ചുമ്മാ അത് പറഞ്ഞാൽ മതിയല്ല, ഹാഫ് എഴുതി. ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് L ആണ്, കണ്ടോ? ഇവിടുത്തെ H എന്ന് പറയുന്നത് AB ആയിട്ട് എടുക്കാം. H എന്ന് പറയുന്നത് AB. ഓക്കെ, ഇനി അപ്പോൾ A ഈസ് ഈക്വൽ ടു ഹാഫ് L അതുപോലെ എഴുതി. ABയുടെ ആൻസർ എന്താ മക്കളെ? L തീറ്റ എന്നല്ലേടാ. അപ്പോൾ A ഈസ് ഈക്വൽ ടു പറയൂ ഹാഫ് L സ്ക്വയർ തീറ്റ എന്നാണ്. ഇതും കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ റോഡിനെ നിങ്ങൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ റോഡിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ കണ്ടുപിടിക്കും? ഇൻഡ്യൂസ്ഡ് EMFൻ്റെ നെഗറ്റീവ് സൈനായിട്ട് ഞാൻ എഴുതുന്നില്ല, മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഴുതുമ്പോൾ അങ്ങനെ സ്ട്രെസ് ചെയ്ത് എഴുതണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതും? ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു d∅b/dt എന്നല്ലേ മക്കളെ? അവിടെ എഴുതി. ഇനി അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് എഴുതാൻ മറക്കരുത്. ഇനി ബാക്കി എഴുതാം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയും, d/dt. അതുപോലെ എഴുതി പറയും. ഫൈ എന്താന്ന് പറയും? വാട്ട് ഈസ് ഫൈ? ഞാനിവിടെ എഴുതട്ടെ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? B.A എന്നാണ് അല്ലേ? B.A എന്നാണ്. എന്ന് പറഞ്ഞാൽ BA cos θ എന്നാണ് അല്ലേ? BA cos θ എന്നാണ്. ഇവിടെ B എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്, ഇൻഡ്യൂറ്റ് ആണ്. ഇവിടുത്തെ ഇത്രയും സ്ഥലത്തിൻ്റെ ഈ സെക്ടറിൻ്റെ ഏരിയ എടുത്താൽ അതും അങ്ങോട്ട് തന്നെ അല്ലേ? അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 0 ആണ്. അപ്പോൾ ഇതെന്ത് വരും? BA cos 0. അപ്പോൾ BA എന്നായോ? അപ്പോൾ ഫ്ലക്സിൻ്റെ ആൻസർ എന്താണ്? BA ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ BB തന്നെ. ഇവിടുത്തെ A എന്താണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? ഹാഫ് L സ്ക്വയർ തീറ്റയാണ്. എത്രയാ? ഹാഫ് L സ്ക്വയർ തീറ്റയാണ്. ഇപ്പം നിങ്ങൾ എന്തിൻ്റെ ആൻസറാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഫ്ലക്സിൻ്റെ അല്ലേ? അവിടെ ഇരിക്കട്ടെ. നമുക്കിവിടെ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു d/dt എഴുതി. ഫ്ലക്സിൻ്റെ വാല്യൂ എത്രയാ? B × ഹാഫ് L സ്ക്വയർ തീറ്റ എന്നല്ലേ? അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു, ഇതിനകത്ത് കോൺസ്റ്റൻറ്റുകൾ എല്ലാത്തിനും എടുത്ത് പുറത്ത് പോയി. B കോൺസ്റ്റൻ്റ് ആണ്, ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ L കോൺസ്റ്റൻ്റ് ആണ്, ബാക്കി തീറ്റ മാത്രം വേരി ചെയ്യും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ d/dt ഓഫ് പറയൂ തീറ്റ. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു പറയും ഹാഫ് എഴുതി, BL സ്ക്വയർ എഴുതി. ഇത് എങ്കയോ പാത്ത മാതിരി നോക്കൂ. d∅dt കുറേ കാലം കൊണ്ട് പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയറേ പഠിക്കുന്നതാണ്. d∅dt എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി അല്ലേ? അപ്പോൾ ഒമേഗയാണ്. ഓക്കെ, കിട്ടിയട ആൻസർ. ഒരു റോഡിനെ മാഗ്നറ്റിക് ഫീൽഡിലിട്ട് കറക്കിയാൽ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് BL സ്ക്വയർ ഒമേഗ എന്നാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണാൻ എന്ത് ചെയ്യും? ഇതിനെ അതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് അണ്ടർസ്റ്റുഡാണ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിരുന്നത് ഒരു ഡിസ്ക് ആണെന്നിരിക്കട്ടെ. ഒരു ഡിസ്കിനെയാണ് നമ്മൾ ഇതുപോലെ കറക്കിയിരുന്നത്. ഇതിൻ്റെ റേഡിയസ് R ആയിരുന്നെങ്കിൽ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, ഇതിനകത്തും എന്തുണ്ടാവും? ഇത് കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിനും
ഇതിൻ്റെ ഈ ബ്രിമ്മിന് ഇടയ്ക്ക് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF ആണ് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതും, ഹാഫ് ബി ആർ സ്ക്വയർ ഒമേഗ എന്ന് എഴുതും. എന്താണ് ഇക്വേഷൻ എഴുതുക? ഹാഫ് ബി ആർ സ്ക്വയർ ഒമേഗ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് ഓർക്കാന്നുള്ളേ ഉള്ളൂ. നമ്മുടെ റോഡ് കറക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ എന്നാണ്. ഈ ഡിസ്ക് മെറ്റൽ ഡിസ്ക് ആണിത്. മെറ്റൽ ഡിസ്ക് ഇറക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിനും പെരിഫറിക്കും ഇടയ്ക്കുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്രയെന്ന് ചോദിച്ചാൽ ഹാഫ് ബി എല്ലിന് പകരം അവിടെ റേഡിയസ് ഹാഫ് ബി ആർ സ്ക്വയർ ഒമേഗ എന്നാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടോ? സിമ്പിൾ സാധനമല്ലേ. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഫ്രം ദ ബിഗിനിങ്. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ഒബ്റ്റെയിൻ ഇൻഡ്യൂസ്ഡ് EMF developed in a metallic rod when rotated in a magnetic field. It is a question. So I will explain from the beginning. Consider your conductor. What is the length of your conductor? L. It is rotated like this. So it is rotated like this. Okay. This is the center. Okay. What is the length of the conductor? L. The initial position is A. After t time, it comes to a new position B. Okay. So this is a new position. The angle covered is theta. Okay. The time taken for this is small t. Then here there is a magnetic field perpendicular to the plane of board into it. Then your conductor is rotated here. Am I right? In this magnetic field. So what will be developed? Induced EMF will be developed. What is the equation to calculate induced EMF? പെട്ടെന്ന് പറയാം, ബാക്കിയെല്ലാം നമുക്ക് സൈഡ് എഴുതാം. ഇൻഡ്യൂസ്ഡ് EMF is equal to you write magnitude of induced EMF. പറയും d phi b by dt. d phi by dt. Okay. This is answer of induced EMF. ഇനി ഇവിടെ ഫൈ എത്രയെന്ന് പറയണം. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇക്വേഷൻ നമ്പർ 1. Then what is the answer of phi? Phi is equal to പറയും. Phi is equal to പറയൂ B dot A. Here magnetic field is perpendicular to the plane of board into it. Area of this sector is also perpendicular. Area vector perpendicular. So angle between B and A 0. So B dot A becomes BA. അവിടെ ഇരിക്കട്ടെ. Equation number 2 അവിടെ ഇരിക്കട്ടെ. Then അടുത്തെന്താണ്? This is a sector. What is a equation for a sector? Angle is equal to arc by radius. This you know. Angle is equal to what is arc? AB divided by radius L. So you cross it. AB equal to L theta. ഇത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. Then അടുത്തെന്താണ്? You consider this sector as a triangle. What is the area? Area of a sector. Area of sector A is equal to നിങ്ങൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് പറയണം. ഹാഫ് ബി എച്ച്. ഹാഫ് ബി എച്ച്. So area is equal to here triangle ആണ്. Then half. What is base? L. What is H? It is arc AB. Am I right? Okay. Then area is equal to half L into what is arc AB? Arc AB is what? Arc AB is L theta. So L theta. So A equal to what? Half L square theta. Then put this value in equation number 2. Put in equation number 2. So put in equation. So you put in equation 2. Put in 2. 2 will substitute ചെയ്താൽ പറയൂ. Flux is equal to പറയൂ B. What do you say? Half L square theta. ബുദ്ധിമുട്ടൊന്നുമില്ല. Then put in 1. 1 ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. So induced EMF is equal to d by dt. What is phi? What is phi? B half L square theta. Constants taken out. പറയൂ induced EMF is equal to half constant, L constant, B constant. Theta is variable because on rotation theta value changes. So d by dt what? Theta. Then you know d theta by dt is angular velocity omega. So induced EMF equal to half L square B omega. Okay. So you are getting your equation. Induced EMF equal to half B L square omega. Is it clear? This is a induced EMF developed in a rod when it is rotated in a magnetic field. So instead, see, if this is a metal disc, this is a metal disc. Metal disc is rotated in a magnetic field like this.
Then what is the induced EMF developed in it? Between center and the periphery. If somebody is asking you, you say the equation. Half B, it's a radius R square omega. Keep in mind. This is the equation for induced EMF when a metal disc is rotated in this magnetic field. So shall I start from the beginning? Once again, I will explain the entire things. So you have to say, then only I will explain. Consider a metal rod of length L rotated in a magnetic field perpendicular to the plane of board into it. Length of the rod is L. The initial position is A. After t time, it comes to a new position B. Okay, the angle covered is theta. Then what are the things we want? Magnitude of induced EMF is equal to d phi b by dt. ഇനി ഇതിനകത്ത് ഫൈ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. പറയും, ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഫൈ? പറയും, ഫൈ ഈസ് ഈക്വൽ ടു, പറയും പെട്ടെന്ന് പറ, ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. Then the magnetic field is perpendicular to the plane of board into it. Area of this sector is perpendicular. Okay, area vector perpendicular. See, both in the same direction, angle between B and A 0. So flux is equal to BA. No problem. Then what is the next? Flux is equal to, say, B into A means area of the sector. How can you calculate it? B into area of sector. അതാണ് വേണ്ടത്. എന്നാൽ ഫ്ലക്സ് ആയി. ഇനി ബാക്കി പറയും. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ ഏരിയ? എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഇവിടെ എഴുതാം. ആംഗിൾ ഈസ് ഈക്വൽ ടു, പറയൂ, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു, പറയൂ, ആർക്ക് എന്താണ്? എ ബി. ആർക്ക് എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ് എന്താണ്? എൽ. സോ ആർക്ക് എ ബി ഈക്വൽ ടു എൽ തീറ്റ എന്നാണ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ആർക്ക് എ ബിയുടെ നീളമായി. ഇനി ഒ എ ബി ഈസ് കൺസിഡേർഡ് ആസ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഏരിയ A is equal to half BH. Am I right? So A is equal to, പറയൂ, half, what is this base? L into, what is this? Arc AB. അടുത്ത A is equal to, പറയൂ, half L എഴുതി, arc AB എന്താന്ന് പറയും? L തീറ്റ. അപ്പോൾ ആൻസർ എന്തായി? half L square theta is angle. Area. Then, so flux is equal to, what is flux? പറയൂ, flux is equal to B into area of sector half L square theta. അപ്പോൾ എന്തിൻ്റെ ആൻസറായി? ഫ്ലക്സിൻ്റെ ആൻസറായി. Put it here. Okay, put it there. So പറയും, induced EMF is equal to magnitude of induced EMF is equal to, say, d by dt. What is flux? B, then half L square theta. Then induced EMF is equal to half B L square taken out, then d by dt theta. Okay, d theta by dt is what? Omega. So induced EMF is equal to half B L square d theta by dt omega. So this is a induced EMF developed in the rod when it is rotated in a magnetic field. ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അടുത്തേക്ക് പോകൂടെ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സ്ഥിരം ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്, ശ്രദ്ധിച്ചിരിക്കുക. സോ യു ക്യാൻ ഫൈൻഡ് എ കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് ഹിയർ. എ മെറ്റൽ റിംഗ് ഈസ് പ്ലേസ്ഡ് എബവ് ഇറ്റ്. ദെൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദിസ് മെറ്റൽ റിംഗ് ഇഫ് കറണ്ട് ഈസ് സ്റ്റഡി? If this current is steady, what is the direction of induced current in this metal ring? Common sense ഉള്ളവർ പറയുക. നോക്കൂ, ഇതൊരു കമ്പിയാണ്, കമ്പി കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, സ്റ്റഡി കറണ്ടാണ്. അപ്പോൾ ആ കമ്പിക്കിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഏത് റൂൾ ഉപയോഗിക്കാം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. പിടിക്കുന്നു, കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അതായത് ഈ കമ്പിയുടെ മേളിൽ ഇങ്ങോട്ടല്ലേ വരിക, നിങ്ങളുടെ അടുത്തേക്കല്ലേ വരിക. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, perpendicular to the plane of board outwards. ഈ കമ്പിയുടെ മേളിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് perpendicular to the plane of board outwards ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്.
ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ് മെറ്റൽ റിംഗ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ കമ്പിയിലെ കറണ്ടായ ഐ എന്ന് പറയുന്നത് സ്റ്റഡി ആണെങ്കിൽ, കോൺസ്റ്റന്റ് കറണ്ട് ആണെങ്കിൽ, ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആൾസോ സ്റ്റഡി. So magnetic flux linked with the metal ring is also steady, no change. So no change for the magnetic flux linked with the ring. So no EMF is developed, no current is developed. So what is the direction of induced current എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോ കറണ്ട്, കറണ്ടേ ഉണ്ടാവില്ല, പിന്നല്ലേ ഡയറക്ഷൻ ഉണ്ടാവുന്നത്. സോ നോ കറണ്ട് ഡെവലപ്ഡ്. അപ്പോൾ കറണ്ടേ ഉണ്ടാവില്ല. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സി ദിസ് ഈസ് എ കണ്ടക്ടർ ക്യാരിങ് കറണ്ട്, ദ കറണ്ട് ഈസ് സ്റ്റഡി കറണ്ട്. So above this conductor there will be a magnetic field outwards, okay, by using right hand thumb rule. Say this current is steady, so this magnetic field is also steady. Then as the magnetic field is steady, magnetic flux linked with the ring is also steady. So no induced EMF, no induced current in it. So no induced current in that ring. Okay, then what is the next part? What is the direction of induced current in the ring if current is increasing? ഈ കറണ്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? കറണ്ട് കൂട്ടിക്കൊണ്ടുപോയാൽ this magnetic field also increases. The outward magnetic field also increases. Outward magnetic field എന്ത് ചെയ്തു വരും? കൂടി വരും. അപ്പോൾ magnetic flux linked with the ring changes. So an induced EMF is developed in it. An induced current will be developed in it. ആ കറണ്ട് എങ്ങനെ ആയിരിക്കും എന്നാണ് ലെൻസ് പറഞ്ഞത്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് കൂടി വരും. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കറണ്ട് ആയിരിക്കണം. അതായത് ഇങ്ങനത്തെ കറണ്ട് ഉണ്ടായാലേ പറ്റൂ. നമ്മൾ കമ്പിയിൽ കറണ്ട് ഇങ്ങനെയാണ്, റിങ്ങിൽ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിലോട്ടല്ലേ. അപ്പോൾ ഈ റിങ്ങിൽ ഒരു ക്ലോക്ക് വൈസ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ ഈ റിങ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും. അപ്പോൾ ആ സാധനം ഇങ്ങോട്ടുള്ള ഈ കമ്പി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ റിങ്? ഇറ്റ് വിൽ ബി ക്ലോക്ക് വൈസ്. അതെങ്ങോട്ടായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. മനസ്സിലാവാത്തവരൊന്നും കൂടെ ശ്രദ്ധിക്കുക. സോ വെൻ ദിസ് കറണ്ട് ഇൻക്രീസസ്, this outward magnetic field also increases. Okay, so the induced EMF developed in the metal ring must oppose it. So it should create, this current should create a magnetic field in the opposite direction. So to create a magnetic field towards the board, see, the current should be like this. So current should be clockwise. So what is the direction of current in the metal ring? It will be clockwise. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രയാസമുണ്ടോ? നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ പറയാം. ലൈറ്റ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ചിൻ്റെ അകത്തുനിന്ന് സ്പാർക്ക് നിങ്ങൾ കണ്ടു കാണും അല്ലേ? സോ വെൻ എ ലൈറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ് യു ഫൈൻഡ് എ സ്പാർക്ക് ഇൻസൈഡ് ദ സ്വിച്ച് അല്ലേ? സോ അതിൻ്റെ ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് നിന്ന് സ്പാർക്ക് കാണാൻ പറ്റും. വായ്, അതെന്താ അങ്ങനെ? ഒന്നുമില്ല, നമ്മുടെ ഇതൊരു ബൾബാണ്. ഇതെന്താണ് സാധനം? ബൾബ്. ഓക്കെ, ബൾബ് നമ്മളൊരു നോക്കിക്കോളൂ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഓക്കെ, ഇതാ ഇവിടെ ഇതിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ബാക്കി ഇതാ വരുന്നു. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇവിടെ എന്തായിരിക്കുന്നത്? ഒരു സ്വിച്ചാണ്. ഇങ്ങനെയാണ് സർക്യൂട്ട് ഇരിക്കുന്നത്. ഇനി ഈ സ്വിച്ച് ഇപ്പോൾ ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയതാണ്. അപ്പോൾ ഓൺ ആക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ടെർമിനൽ ഇതാണ്, ഇത് അടുത്ത ടെർമിനലാണ്. ഈ ഓൺ ആകുന്ന സമയത്ത് ഇതെങ്ങനെ ഇരിക്കുന്നത്? ഇതുമായിട്ട് തൊട്ടിരിക്കും. അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്ത് കറണ്ടാണ്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ സ്വിച്ച് ഓഫാണ്. ഈ സ്വിച്ച് ഇപ്പോൾ ഓഫാണ്. സ്വിച്ച് ഓൺ ആണെങ്കിൽ ഈ സ്ഥലം ഇവിടെയായിട്ട് തൊട്ടിരിക്കുമെന്ന്. അപ്പോൾ ഈ സ്ഥലത്തൂടെ ഈ രണ്ട് ടെർമിനലുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ കമ്പിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ആണല്ലോ. എന്താ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഇവിടെ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പാസ് ചെയ്തത്. അപ്പോൾ വേരിയേഷൻ ഉള്ള കറണ്ടാണ്. അപ്പോൾ വേരിയിങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ആ
അപ്പോഴാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്തത്, ഓഫ് ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കും, ആ മാഗ്നറ്റിക് ഫ്ലക്സ് അങ്ങ് ഡിസപ്പിയർ ചെയ്യില്ലേ. അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കറണ്ട് സ്റ്റോപ്പായി. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് എന്ത് ചെയ്തു, ഡിസപ്പിയർ ചെയ്തു. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഫുൾ സ്ട്രെങ്തിൽ നിന്ന മാഗ്നറ്റിക് ഫ്ലക്സ് സഡനായിട്ട് 0യിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. രണ്ട് ടെർമിനലുകൾക്ക് ഇടയ്ക്ക് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. എന്തുണ്ടാവും, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ലാർജ് ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും. കാരണം കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കറണ്ട് നിന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം വാല്യൂവിൽ നിന്ന് 0യിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ലാർജ് ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും ഈ രണ്ട് ടെർമിനലുകൾക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ EMF കാരണം ഈ ടെർമിനലിൽ നിന്ന് ആ ടെർമിനലിലേക്ക് ഒരു കറണ്ട് പോകാനായിട്ട് നോക്കും. അപ്പോൾ ഈ ലാർജ് ഇൻഡ്യൂസ്ഡ് EMF ആ ടെർമിനലുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കറണ്ടിനെ സെൻഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എയർ അല്ലേ, എയർ നോർമലി ഇൻസുലേറ്റർ അല്ലേ, ഇത്രയും വലിയ കറണ്ട് ആയതുകൊണ്ട് ഈ ഇൻസുലേറ്ററായ എയർ വഴി പോലും ഈ കറണ്ട് കയറി ഈ ടെർമിനലിൽ നിന്ന് ആ ടെർമിനലിലോട്ട് പോകും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്തിനെ കാണുന്നത്, സ്പാർക്കിനെ കാണുന്നത്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, ഇതാണ് സർക്യൂട്ട് എന്നെങ്കിലും മനസ്സിലായില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സ്വിച്ച് ഓഫ് കണ്ടീഷനാണ്. സ്വിച്ചിനെ ആദ്യം അല്ലേ പോട്ടെ, സ്വിച്ചിനെ ഓൺ കണ്ടീഷൻ. സ്വിച്ച് ഇതുപോലെ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. സ്വിച്ചിനെ ഓൺ ചെയ്തിട്ടിരുന്നാൽ കറണ്ട് വരുന്നു, AC ആണ് വരുന്നത്, ഇങ്ങനെ കയറി പോകുന്നു. ഓക്കെ, കറണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ടായി ഇവിടെ ഇരിക്കുകയാണ്, അവിടെ ഇരിക്കട്ടെ. പെട്ടെന്ന് നമ്മൾ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തു. ഈ സ്വിച്ചിനെ അങ്ങ് ഓഫ് ചെയ്താൽ കറണ്ട് സ്റ്റോപ്പായി. അപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് കറണ്ട് സ്റ്റോപ്പായി. കറണ്ട് സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിസപ്പിയർ ചെയ്തു. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡിസപ്പിയർ ചെയ്താൽ ഈ ടെർമിനലിനും ആ ടെർമിനലിനും ഇടയ്ക്ക് എന്ത് ഡെവലപ്പ് ആവും, EMF ഡെവലപ്പ് ആവും. അത് ചെറുതല്ല, വലുതാണ്. എന്താ വലുതെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ഫുൾ സ്ട്രെങ്തിൽ നിന്ന് 0യിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ കറണ്ട് മാക്സിമത്തിൽ നിന്ന് 0യിലേക്കായി. അപ്പോൾ ലാർജ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF ഈ ടെർമിനലിൽ നിന്ന് ആ ടെർമിനലിലേക്ക് ഒരു കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഇൻസുലേറ്റർ ആയിട്ടുള്ള എയറിൽ കൂടെ കണ്ടക്ഷൻ നടക്കും, സ്പാർക്ക് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. സോ എന്താണ് ക്വസ്റ്റ്യൻ? സോ എന്താണ്, വെൻ എ ലൈറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ് വി ഫൈൻഡ് എ സ്പാർക്ക് ബിറ്റ്വീൻ സ്വിച്ച് ടെർമിനൽസ്. വൈ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? സോ വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്, പറയൂ. Magnetic flux linked changes from maximum value to 0 value. So a large induced EMF is developed between the terminals of switch, which tries to maintain a current between them. So insulation property of air between the terminals is lost. Current passes through that path. Spark is produced. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതിയാൽ മതി. ഇപ്പം എന്താണ്? സേ when switch is turned off, what happens? The magnetic flux linked changes from maximum value to 0 value. So an induced EMF is developed between the terminals. It tries to maintain a current across them. Okay, so insulation property of air is gone. So air starts conducting. We find a spark there. കൂടുതൽ ആഡംബരം വേണ്ട, അന്ന് എക്സാമിന് ചോദിക്കാനും ചാൻസ് കുറവാണ്. യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇനി നമ്മളൊരു നല്ല സെക്ഷൻ പഠിക്കുകയാണ്. അതിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പാർട്ട് മാത്രമേ നമ്മൾ പറയൂ. അത് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത നമ്മൾ പറയുന്നത് AD കറണ്ട് എന്നാണ്. അതിനെ ഫൂക്കോൾട്ട് കറണ്ട് എന്നും പറയും. നോക്ക്, ഫൂക്കോൾട്ട് കറണ്ട്. എഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എഡി എന്നൊക്കെ വിളിക്കും. നോക്ക്, അപ്പോൾ എഡി, ആ എഡി അല്ല ഈ എഡി. അപ്പോൾ എഡി എന്ന് പറഞ്ഞാൽ ചുഴി എന്നൊക്കെ പറയില്ലേ. ചുഴി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൊക്കെ ചില സ്ഥലത്ത്, നമ്മളിപ്പോൾ ആറ്റിലൊക്കെ വെള്ളം ഒഴുകുന്ന സമയത്ത് ചില സ്ഥലത്ത് വെള്ളം കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, അതൊരു ചുഴിയാണ്. അപ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങളിൽ ചുഴി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഡേഞ്ചറസ് ആണ്. ചെന്ന് ചാടിക്കൊടുത്താൽ നമ്മളെയും കൂടെ ഇട്ട് കറക്കി അവസാനം ചത്തുപോകും. അപ്പോൾ അവിടെ ചെന്ന് ചാടരുത്. അതുകൊണ്ടാണ് ഈ പിള്ളേർ +2 പിള്ളേരുടെ അടുത്തൊക്കെ അവിടെ തന്നെ ടൂർ പോരുന്നൊക്കെ പാരൻസ് പറയുന്നത്. അറിഞ്ഞുകൂടാതെ നീന്തലോ അറിഞ്ഞുകൂടാ, വെള്ളം ഗ്ലാസ്സിലെടുത്ത് വെച്ച് തൊട്ട് നോക്കുന്നതല്ലാതെ നമ്മളിതുവരെ അതിനകത്ത് ഇറങ്ങി നോക്കിയിട്ടില്ല. അങ്ങനെയുള്ളവരാണ്, കുളിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളാണ് എന്ത് കാണാനായിട്ട് പോകുന്നത്, അവിടെ ഇവിടെയൊക്കെ ഡാം കാണാനും അവിടെ പോയി കുളിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അവിടെ പോയി കാലിട്ട് ആദ്യം നോക്കും, നല്ല സുഖമുണ്ടെന്ന് തോന്നും, അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങ് മുങ്ങിപ്പോകും. ചിലപ്പോൾ അവിടെ ചുഴിയെല്ലാം ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് കറക്കും.
അപ്പോൾ ഈ ചുഴിയെ നമ്മൾ വേൾപൂൾ എന്ന് പറയും. എന്താണ് പറയുക? വേൾപൂൾ. അപ്പോൾ എന്താണ്? അപ്പോൾ ചുഴിയുണ്ടായി. ചുഴിയെ പറയുന്ന പേരാണ് എഡി. ശരിയല്ലേ? ഇപ്പോൾ വീട്ടിൽ അച്ഛൻ അമ്മയെ വിളിക്കുന്നു, എടി എന്ന് വിളിക്കുന്നു. ആ വിളിയിൽ അറിയാം അച്ഛൻ്റെ കലിപ്പ്. ശരിയല്ലേ? അമ്മയെ തൂക്കി തറയിലടിക്കാനുള്ള വിളിയാണ്. അപ്പം എടി എന്ന് വിളിച്ചു. എന്താണ്? ചുഴി എന്നാണ്. ചുഴി എന്ന് പറഞ്ഞാൽ നോക്കുക, അമ്മ അച്ഛനായിട്ട് എന്ത് ചെയ്യാണ്? കറക്കുകയാണ്. നമുക്ക് ഗതികെട്ട് വിളിച്ച വിളിയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുഴി. അപ്പോൾ എഡി കറണ്ടിൻ്റെ വേറൊരു പേരാണ് ഫൂക്കോൾട്ട് കറണ്ട്. ഒന്നുമില്ല, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് എന്താണ്? വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ് ആൻ EMF ഈസ് ഡെവലപ്ഡ്. ഇതാണല്ലോ പറഞ്ഞത്. ഞാനിനി ഇതാ ഇവിടെ ഒരു ബൾക്ക് പീസ് ഓഫ് മെറ്റീരിയൽ എടുക്കുന്നു. എന്തോന്നാണ്? ബൾക്ക് പീസ് ഓഫ് മെറ്റൽ എടുക്കുന്നു. ഓക്കെ, ബൾക്ക് പീസ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ ഒരു പാർട്ട്, ഒരു മെറ്റലിൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് എടുത്തു. ഒന്നുമില്ല. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഒരു മാഗ്നറ്റ് വെച്ചു. ഇതാ ഇവിടെ ഇരിക്കുന്നു ഒരു ബൾക്ക് പീസ് ഓഫ് മെറ്റൽ വെച്ചു. ഓക്കെ, ബൾക്ക് പീസ് ഓഫ് മെറ്റൽ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റ് അങ്ങനെ ഇട്ട് ഓട്ടിക്കുക, മൂവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒരു മാഗ്നറ്റ് ഇട്ട് മൂവ് ചെയ്യിപ്പിക്കാം. ഒരു നോർത്ത് സൗത്ത് ഒരു മാഗ്നറ്റ് ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? മാഗ്നറ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ വേറെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു കോയിൽ ഇതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടേ ഇതിൽ കൂടെ ഒരു വേരിയേഷനുള്ള കറണ്ട് കയറ്റിവിട്ട് കൊടുത്താൽ പോരെ. വേരിയേഷനുള്ള കറണ്ട് കയറ്റിവിട്ടാൽ വേരിയേഷനുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു. എന്താണ് ഞാൻ ചെയ്തത്? ഞാനൊരു ബൾക്ക് പീസ് ഓഫ് മെറ്റൽ എടുത്തു. ഒരു മെറ്റൽ ഇതായിരിക്കും. അപ്പോൾ ഇതൊരു മെറ്റലിൻ്റെ ബൾക്ക് പീസാണ്. ഓക്കെ, എൻ്റെ ആഗ്രഹം ഇതാണ്, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. എനിക്ക് അത് മാത്രമേ ആഗ്രഹം. എങ്ങനെയെങ്കിലും ഇത് തൊലയ്ക്കണം. പറയൂ, എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈ ബൾക്ക് പീസ് ഓഫ് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ അടുത്തൊരു മാഗ്നറ്റ് ഇട്ട് ഒരു മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിച്ചാലും മതി. അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു കോയിൽ കൊണ്ട് വെച്ചിട്ട് ഇതിൽ കൂടെ ഒരു വേരിയിങ് കറണ്ട് പാസ് ചെയ്താലും മതി. അപ്പോൾ വേരിയേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡിൽ ഇവൻ്റെ അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ വരുത്താൻ ഇങ്ങനെയും ചെയ്യാം, അങ്ങനെ ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ വേരിയേഷൻ വരുത്തും. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ബൾക്ക് പീസ് ഓഫ് മെറ്റൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ബൾക്ക് പീസ് ഓഫ് മെറ്റലിൽ, നമ്മുടെ ബൾക്ക് പീസ് ഓഫ് മെറ്റലില്ലേ, ഇതിനകത്ത് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. കണ്ടോ? ഈ കറണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു എടി പോലെ, ചുഴി പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എഡി കറണ്ട്. എന്തോന്നാണ്? ഇതൊരു ബൾക്ക് പീസ് ഓഫ് മെറ്റലാണ്. ഇതിൻ്റെ അടുത്തൊരു മാഗ്നറ്റ് ഇട്ട് മൂവ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു വേരിയേഷനുള്ള കറണ്ടുള്ളൊരു കോയിൽ വയ്ക്കുകയോ ചെയ്താൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യില്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. ഈ കറണ്ടിനെ പറയുന്ന പേരാണ് എഡി കറണ്ട്. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എന്താണ്? ഒരു മെറ്റലിൻ്റെ പീസ് എടുത്തെന്ന് മനസ്സിലായോ? എടുത്തു. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റ് ഇട്ടാട്ടെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു കറണ്ട് ക്യാരിയിങ് കോയിൽ വയ്ക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കോയിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് വേരിയിങ് കറണ്ട് ആയിരിക്കണം. ചെയ്താൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് അവൻ ചേഞ്ച് ആവും. അപ്പോൾ ഇവനകത്ത് എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഇതുപോലെ റിങ്സ് ഫോം ചെയ്ത് ഇതിനകത്ത് കിടന്ന് കറങ്ങും. ഈ കറണ്ടിനെ പറയുന്ന പേരാണ് എഡി കറണ്ട്. ഇനി ഇതൊരു മെറ്റൽ അല്ലേടാ, മെറ്റലിന് റെസിസ്റ്റൻസ് ലോ അല്ലേ? അപ്പം മെറ്റലിന് റെസിസ്റ്റൻസ് ലോ ആണ്. അപ്പോൾ ഈ എഡി കറണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് കറണ്ട് ആയിരിക്കും. എഡി കറണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇനി ഒരു കറണ്ട് ഒരു കമ്പി കൂടെ പോയാൽ കമ്പി ചൂടാവൂലേ? അപ്പോൾ ഈ കറണ്ട് കാരണം കമ്പി കയറി ചൂടാവും. അപ്പോൾ കമ്പിയിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കും. എഡി കറണ്ട്. ഈ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും ഇത്തിരി പോലും അങ്ങനെ ചൂടാവുന്നു. അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു കോയിലിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ചൂട് കാരണം നമ്മളെ കയ്യിലിരിക്കുന്ന മെറ്റൽ പീസ് മൊത്തം ഉരുകി താഴെ വീഴും. അപ്പോൾ ഹീറ്റിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഈ കറണ്ട് കാരണം ഈ മെറ്റൽ കയറിയപ്പോൾ എന്ത് ചെയ്തു പോകും? ഓവർ ഹീറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഉരുകി വരെ പോകും. അപ്പോൾ അടിപൊളി ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കറണ്ടാണ് എഡി കറണ്ട്. ഇനി അടുത്തെന്താണ്? ഈ കറണ്ട് ഇങ്ങനെ പോവാൻ അനുവദിച്ചാൽ ഈ കറണ്ട് ഈ മെറ്റലിനെ ചിലപ്പോൾ ഉരുക്കി കഴിയും, ഓവർ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് ഈ കറണ്ട് കുറയ്ക്കണം. കറണ്ട് കുറയ്ക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഈ കറണ്ട് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് 2-3 വഴികളുണ്ട്. ഇത്രയും വിശാലമായ ഏരിയ കൊടുത്തിട്ടല്ലേ അവന് തോന്നിയതല്ല ഓടി കളിക്കുന്നത്. അപ്പോൾ ഏരിയ ഒന്ന് കുറച്ചാൽ പോരെ. ഏരിയ കുറയ്ക്കാൻ വേണ്ടി ഇതിൽ സ്ലോട്ട്സ് ഇടുക. ഈ മെറ്റൽ പീസിൽ സ്ലോട്ടുകൾ, വിടവുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ മെറ്റലിനെ എടുത്തിട്ട് കണ്ട് ഇങ്ങനെ വെട്ടിക്കളഞ്ഞു. കണ്ടോ? ഇങ്ങനെ ആക്കി.
ഇങ്ങനെ ആക്കി. എന്നിട്ട് ഇതിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റ് ഇട്ടാട്ടുകയോ ഒരു കോയിലിൽ കൂടെ വേരിയിങ് കറണ്ട് പാസ് ചെയ്യുകയോ ചെയ്താൽ ഇതിനകത്തുണ്ടാകുന്ന എഡി കറണ്ട് കണ്ടാടെ എത്തിപ്പൂലയുള്ളടാ. ഇവിടെയൊക്കെ എത്തിപ്പൂലം കിടന്ന് കറങ്ങേ ഉള്ളൂ, ഭയങ്കര സ്ട്രോങ് ആവില്ല. അപ്പം എഡി കറണ്ട് വളരെ സ്ട്രോങ് ആവില്ല. അപ്പം സ്ലോട്ട് ഇട്ടാൽ ഇതാണ് അവസ്ഥ. എന്ത് കുറയ്ക്കാം? എഡി കറണ്ടിനെ കുറയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ മൊത്തം പഞ്ച് ചെയ്താലും മതി. പഞ്ച് ചെയ്ത് ഹോൾ ഇട്ടാൽ മതി, നിറയെ ഹോൾ ഇട്ടാൽ മതി. ഇതുപോലെ ഹോൾ ഇട്ടാൽ ഏരിയ ഒരുപാടും കുറയും. അപ്പം എഡി കറണ്ട് കുറഞ്ഞ ഏരിയയിലേ ഉണ്ടാവും. അപ്പം എഡി കറണ്ട് കുറയ്ക്കാൻ ഇതൊക്കെ ചെയ്യണം. ഇനി ഇതുമല്ലെങ്കിൽ അപ്പം നിങ്ങൾ വേറെ കാര്യം കൂടെ പറഞ്ഞു, മെറ്റൽ ആവേണ്ട റെസിസ്റ്റൻസ് ഇല്ലേ, റെസിസ്റ്റൻസ് കുറവായതുകൊണ്ടാണ് ഈ കറണ്ട് ആക്രാന്തം പിടിച്ച് ഇങ്ങനെ ഓടുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടാൻ എന്തെങ്കിലും വഴി ചെയ്താലും മതി. അപ്പം മെറ്റലിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടിക്കൊടുത്താൽ കറണ്ടിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇനി നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രാൻസ്ഫോമർ റോഡിലൊക്കെ ഇരിപ്പുണ്ട്. ട്രാൻസ്ഫോമർ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കും. ഒരു ട്രാൻസ്ഫോമർ എടുത്താൽ അതിനകത്ത് ജസ്റ്റ് ഇപ്പം ഞാൻ പറയുന്നൊന്നുമില്ല. ട്രാൻസ്ഫോമർ എടുത്താൽ ഒരു സോഫ്റ്റ് അയൺ പീസ് ഇതുപോലെ കാണും. അതിൻ്റെ പുറത്ത് ഒരു കോയിൽ ചുറ്റിയിരിക്കും. ഇതിനെ പ്രൈമറി കോയിൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറത്തൂടെ വേറൊരു കോയിൽ ചുറ്റിയിരിക്കും. അതിൻ്റെ പേരാണ് സെക്കൻഡറി കോയിൽ. ഇതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സെറ്റപ്പ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ പ്രൈമറിയിൽ ഇതാണ് പ്രൈമറി. ഈ പ്രൈമറി കൂടെ നമ്മൾ AC കയറ്റി വിട്ടാൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവും. ആ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തിരിക്കുന്ന ഈ മെറ്റലിൽ എഡി കറണ്ട് ഉണ്ടായാൽ, എഡി കറണ്ട് കാരണം ഇത് കയറി ചൂടാവും. ചൂടായാൽ ഈ കോയിലിൻ്റെ ഇൻസുലേഷൻ എല്ലാം കൂടെ ഉരിയങ്ങ് പോകും. അപ്പോൾ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ആര് ഡേഞ്ചറാണ്? എഡി കറണ്ട് ഡേഞ്ചറാണ്. അതുപോലെ വേറൊരു ഡിവൈസാണ് ഇൻഡക്ഷൻ കോയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻഡക്ഷൻ കോയിൽ. ഇൻഡക്ഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ സ്മോൾ DC യെ, ചെറിയ DC യെ വലിയ AC ആക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ അതും ഇതുപോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിലും ഈ കോർ ആയിട്ടിരിക്കുന്ന മെറ്റീരിയൽ കയറി ചൂടായിട്ട് ഇൻസുലേഷൻ എല്ലാം കൂടെ കത്തിപ്പോവും. അപ്പോൾ എഡി കറണ്ട് ആർക്കൊക്കെ ഗുണകരമല്ല. ട്രാൻസ്ഫോമറിനും ഇൻഡക്ഷൻ കോയിലിനും ഒന്നും അത് നല്ലതല്ല. അപ്പോൾ ഇതിലൊക്കെ നമ്മളിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കോറല്ലേ ഈ സോഫ്റ്റ് അയൺ. ഈ സോഫ്റ്റ് അയൺ ഇല്ല. അപ്പോൾ എന്ത് കുറയ്ക്കണം? എഡി കറണ്ട് കുറയ്ക്കണം. എഡി കറണ്ട് കുറയ്ക്കണമെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടണം. റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ അങ്ങ് വാർണിഷ് അടിക്കും. അപ്പോൾ വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ എഡി കറണ്ട് കുറയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എഡി കറണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഇനി എഡി കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലെൻസസ് ലോ ഒബേ ചെയ്യുന്ന ഒരു കറണ്ടാണ്. അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ് എഡി കറണ്ടിനെ പറ്റി അറിയേണ്ട പോയിന്റ്സ് പറയും. എന്താണ് എഡി കറണ്ട്? പറയൂ. എഡി കറണ്ടിൻ്റെ വേറൊരു പേര് പറ. എഡി കറണ്ടിൻ്റെ വേറൊരു പേരാണ് ഫൂക്കോൾട്ട് കറണ്ട് എന്ന്. ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഫൂക്കോൾട്ട് കേട്ടോ. ഫൂക്കോൾട്ട് കറണ്ട്. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ബൾക്ക് പീസ് ഓഫ് മെറ്റൽ എടുത്തിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുക എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറ അങ്ങോട്ട്. ഇതൊരു കോയിലാണ്. ഈ കോയിലിൽ കൂടെ ഒരു AC കയറ്റി വിടുക. AC കയറ്റി വിട്ടിട്ട് ഈ ബൾക്ക് പീസ് ഓഫ് മെറ്റൽ ഇതിൻ്റെ അകത്തോ ഇതിൻ്റെ അടുത്തോ വയ്ക്കുക. വെച്ചാൽ ഇതിൽ കൂടെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് വെൻ ബൾക്ക് പീസ് ഓഫ് മെറ്റൽ ചേഞ്ച് ചെയ്യില്ലേ? ഇങ്ങനെ ചെയ്യുക. ചേഞ്ച് ചെയ്താൽ ഇവനിൽ എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും. ഈ ബൾക്ക് പീസ് ഓഫ് മെറ്റൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ്? ഒന്നുകൂടെ നോക്കും. ആ സ്ഥലം മാത്രം നോക്കും. ഞാൻ പറഞ്ഞെന്താണ്? ഞാൻ എടുത്തത് ഒരു ബൾക്ക് പീസ് ഓഫ് മെറ്റൽ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചിന്തിക്കും. ബൾക്ക് പീസ് ഓഫ് മെറ്റൽ, ഒരു വലിയ മെറ്റലിൻ്റെ പീസ്. ഇതിൻ്റെ പുറത്ത് ഞാനൊരു കമ്പി ചുറ്റട്ടെ, ഇൻസുലേറ്റ് ചെയ്ത കമ്പി ചുറ്റിയിട്ട് ഇതിൽ കൂടെ ഞാൻ ഒരു AC പാസ് ചെയ്യട്ടെ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യട്ടെ, വേരിയേഷൻ ഉള്ള കറണ്ട് പാസ് ചെയ്യട്ടെ. അപ്പോൾ ഒരു വേരിയേഷൻ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ മക്കളെ ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ വേരിയേഷൻ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കോയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഈ ബൾക്ക് പീസ് ഓഫ് മെറ്റലിനെ നോക്കിയാൽ ഇവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവും? സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള എന്ത് കറണ്ട് ഉണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. അപ്പോൾ സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള എഡി കറണ്ട് ഉണ്ടാവും. ഈ മെറ്റൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ലോ ആണ്. അപ്പോൾ എഡി കറണ്ട് എന്ന് പറയുന്നത് മെറ്റലിനെ സംബന്ധിച്ച് വളരെ ലാർജ് ആയിരിക്കും. ഇനി അപ്പോൾ എഡി കറണ്ട് കുറയ്ക്കണം. എഡി കറണ്ട് കുറച്ചില്ലെങ്കിൽ എന്താണ് സംഭവം? ഇവിടെ എഡി കറണ്ട് കാരണം ഈ കറണ്ട് ഇങ്ങനെ പോയാൽ ഈ മെറ്റൽ കയറി ഹീറ്റഡ് ആവും.
അപ്പം മെറ്റൽ ഹീറ്റഡ് ആയാൽ ഈ കോയിലിൻ്റെ ഇൻസുലേഷനൊക്കെ കത്തിപ്പോവും. അപ്പോൾ എഡി കറണ്ട് ഡേഞ്ചറസ് ആണ്. അപ്പോൾ കറണ്ട് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കറണ്ട് കുറയ്ക്കണമെങ്കിൽ അവിടുത്തെ ഏരിയ കുറയ്ക്കണം. ഏരിയ ഡിക്രീസ്ഡ് തന്നെ. ഏരിയ കുറയ്ക്കണമെങ്കിൽ ആ മെറ്റൽ പീസ് ഇങ്ങനെ വയ്ക്കുന്നതിന് പകരം അതിനകത്ത് സ്ലോട്ട്സ് ഇടുക. എന്തിടുക? സ്ലോട്ട്സ് ഇടുക. അല്ലെങ്കിൽ അതിനെ പഞ്ച് ചെയ്യുക. ഇപ്പോൾ സ്ലോട്ട്സ് ഇടുക അല്ലെങ്കിൽ അതിനെ പഞ്ച് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നിറയെ പഞ്ച് ചെയ്താൽ അവൈലബിൾ ഏരിയ കുറയില്ലേ? ഏരിയ കുറഞ്ഞാൽ എഡി കറണ്ട് കുറയും. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി എന്താണ്? ട്രാൻസ്ഫോമർ ഞാൻ നേരത്തെ കാണിച്ചു. ട്രാൻസ്ഫോമർ, പിന്നെ ഇൻഡക്ഷൻ കോയിൽ, ഇതിലെല്ലാം എഡി കറണ്ട് കാരണം അതിൻ്റെ കോറ് ചൂടാവും. കോറ് കയറി ചൂടായാൽ ഈ കമ്പിയുടെ ഇൻസുലേഷൻ എല്ലാം കത്തിപ്പോവും. അപ്പോൾ ഇവന്മാർക്കെല്ലാം ആരും ഇഷ്ടമല്ല, എഡി കറണ്ടിനെ ഇഷ്ടമല്ല. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ കോറില്ലേ, ഈ കോറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ വാർണിഷ് ചെയ്യും. എന്ത് ചെയ്യും? വാർണിഷ് ചെയ്യും. ഓക്കെ, വാർണിഷ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ലാമിനേറ്റ് ചെയ്യും. ഓക്കെ, വാർണിഷ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ലാമിനേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വാർണിഷ് അടിച്ച് ലാമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ എഡി കറണ്ടിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി എഡി കറണ്ട് ലെൻസസ് ലോയെ ഒബേയും. ആരൊബേയും? ലെൻസസ് ലോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഓർക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അടുത്ത ക്ലാസ്സിലാണ് പറയുക. സോ ലിസൺ പ്രോപ്പർലി. വാട്ട് ഡു യു നോ അബൌട്ട് എഡി കറണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ബൾക്ക് പീസ് ഓഫ് മെറ്റൽ ചേഞ്ചസ്, a circulating current is developed in it. This current is called eddy current. When the magnetic flux linked with a bulk piece of metal changes, a circulating current is developed in it. This current is called eddy current. Then resistance of a metal is low, so eddy currents are strong. Then due to eddy current, metal gets heated. Then it is disadvantageous for a transformer, induction coil, etc. Then to reduce eddy current, we make slots in the metal. When slots are made, available area decreases, eddy current decreases. Otherwise, you can punch the metal. Then, in a transformer, to reduce eddy current, we laminate the core by varnishing it. Then, eddy currents obey Lenz's law. These 3 points. So, once again, when the magnetic flux linked with a bulk piece of metal changes, a circulating current is developed in the metal. This current is called eddy current. It is otherwise known as Foucault current. Then resistance of a metal is low, so eddy currents are very strong. Then eddy currents heat the metal. Okay, then so eddy current is to be reduced. So to reduce eddy current, slots are made in the metal. When slots are made, available area decreases, eddy current decreases. Then otherwise metal can be punched. It is disadvantageous for a transformer, induction coil, etc. In a transformer, to reduce eddy current, we laminate the core by varnishing it. Then eddy currents obey Lenz's law. Is it clear? Points. Okay, and then what is eddy current? When magnetic flux linked with a bulk piece of metal changes, a circulating current is developed in it. This current is called eddy current. It is otherwise known as Foucault current. Resistance of a metal is low, so eddy currents are very large. Then due to eddy current, metal gets heated. Then it is disadvantageous for a transformer, induction coil, etc. Then in a transformer, to reduce eddy current, we laminate the core by varnishing it. Then eddy currents can be minimized by putting slots in the metal. When slots are made, available area decreases, eddy current decreases. Then otherwise the metal can be punched. Then eddy currents obey Lenz's law. Okay, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചോണം. അപ്പോൾ എഡി കറണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ പഠിച്ചിട്ട് വേണം അടുത്ത ദിവസം വരാൻ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക, വരിക. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റ.